രാജ്യതലസ്ഥാനത്ത് തിക്കിലും തിരക്കിലും പെട്ട് 15 പേർക്ക് പരിക്ക്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയ തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടവരിൽ അധികവും. നാഷണൽ ഡെസ്കിൽ നിന്ന് തൗബ മാഹിനുണ്ട്. തൗബ, ഈ ട്രെയിനുകളുടെ അഭാവമാണ് ഇത്തരം വലിയൊരു തിക്കും തിരക്കും ഉണ്ടാകാൻ കാരണമെന്ന് മനസ്സിലാക്കുന്നു. ഇതിന് പകരമുള്ള സജ്ജീകരണമൊന്നും ഏർപ്പെടുത്തിയിരുന്നില്ലേ? ഈ പരിക്കേറ്റവരുടെ നില അതെങ്ങനെയാണ്? അരുണ്യ, രാത്രി 10 മണിയോടുകൂടിയായിരുന്നു ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കും തിരക്കും രൂപപ്പെട്ടത്. അതായത് കുംഭമേളയ്ക്ക് പോകാനായിട്ട് കാത്തുനിന്ന് ഒരുപാട് യാത്രക്കാർ അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് പ്രയാഗ്രാജിലേക്കുള്ള 2 ട്രെയിനുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് രൂപപ്പെടുകയായിരുന്നു. തുടർന്ന് ഇതിൽ പ്രകോപിതരായ ഭക്തർ ട്രെയിനിലേക്ക് ബലം പ്രയോഗിച്ച് കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ളൊരു വലിയൊരു അപകടമുണ്ടായതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 14-15 ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ 14-15 പ്ലാറ്റ്ഫോമുകളിലാണ് ഇത്തരത്തിലുള്ള വലിയൊരു തിക്കും തിരക്കും രൂപപ്പെട്ട അപകടമുണ്ടായിരിക്കുന്നത്. നിലവിൽ 15 പേരാണ് വലിയ ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിലുള്ളത്. ഇവരെ ഉടൻ തന്നെ അഗ്നിശമന സേന എത്തി തിരക്കുകളൊക്കെ ഒഴിപ്പിക്കുകയും റെയിൽവേ പോലീസും ഒക്കെ ഇടപെട്ട് തിരക്കൊക്കെ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഈ 4 ആശുപത്രികളിലായിട്ട് പരിക്കേറ്റവരെ ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. തിക്കും തിരക്കും രൂപപ്പെട്ടിട്ടില്ല, അത്തരത്തിലൊരു സംഭവം ഇല്ലെന്നടക്കമുള്ള റിപ്പോർട്ടുകളും ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരെ ഇപ്പോൾ 4 ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതേസമയം ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ട്രെയിൻ സർവീസുകളുടെ അഭാവമൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും അപകടങ്ങളും ഒക്കെ ഇപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ ഉണ്ടായിരുന്നു. ബീഹാറിലെ മധുബനി റെയിൽവേ സ്റ്റേഷനിലും ഇത്തരത്തില് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആക്രമണം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ കാത്തു നിന്നവർ മധുബനി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്വതന്ത്ര സേനാനി എക്സ്പ്രസ് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് കല്ലും വടിയും ഉപയോഗിച്ചൊക്കെ AC കമ്പാർട്ട്മെന്റ് ജനാലയൊക്കെ പൊളിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു നടന്നിരുന്നത്. തുടർന്ന് യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ഒരുപാട് യാത്രക്കാർ പരിഭ്രാന്തരാവുകയും സംഭവത്തിൽ 4 പേരെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇത്തരത്തിൽ തുടർച്ചയായിട്ട് കുംഭമേള യാത്രയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വമുണ്ട്. തുടർന്ന് റെയിൽവേ സ്റ്റേഷനിലടക്കം ഈ അപകടവും ആക്രമണങ്ങളും എല്ലാം ഇപ്പോൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ് അരുണ്യ. ശരി, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് തിക്കിലും തിരക്കിലും പെട്ട് 15 പേർക്ക് പരിക്കേറ്റത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് തൗബ മാഹി.